നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. മുണ്ടൂർ പഞ്ചായത്തിൽപ്പെട്ട കൂട്ടുപാതിയിൽ നേരത്തെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതായത് പാലക്കാട് നിന്ന് വരുന്ന ചെർപ്പശ്ശേരി അതുപോലെ കോങ്ങാട് അതുപോലെ കടമ്പഴിപ്പുറം പോകുന്ന റൂട്ടിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് വരുമ്പോൾ ഇടതുവശത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പൊളിച്ചു നിൽക്കുകയുണ്ടായി. അത് പൊളിച്ചു നീക്കിയിട്ട് ആ ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്. ഇപ്പോൾ അവിടെ ബസ്സുകാർ നിൽക്കുന്നവർക്ക് മഴ പെയ്താലോ അല്ലെങ്കിൽ വെയിൽ വന്നാലോ കയറി നിൽക്കാൻ ഒരു ഇടം പോലുമില്ല. ഇപ്പോൾ ചെർപ്പശ്ശേരി വരുന്ന ബസ്സിൽ ചെർപ്പശ്ശേരിയിൽ നിന്നും വരുന്ന ബസ്സിൽ കയറുന്നവർക്ക് ബസ്സിൽ കയറാൻ ബസ് സ്റ്റോപ്പില്ലെങ്കിൽ പ്രശ്നമില്ല. അവിടെ കടകളെല്ലാം ഉണ്ട്, അവിടെ കയറി നിൽക്കാം. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടെ ഒരു കടകളുണ്ടെങ്കിലും വേറെ കടയുണ്ട്, പക്ഷേ ബസ് വരുന്നത് കാണാൻ കഴിയില്ല. നേരത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് പണി മൂലം ബസ് സ്റ്റോപ്പ് പൊളിച്ചു നിൽക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ അന്ന് അവിടുത്തെ ഒരു ഭരണകക്ഷിപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ ബസ് സ്റ്റോപ്പ് പണിയാനുള്ള സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ബസ് സ്റ്റോപ്പ് ഒരു ഷെഡ് പോലും കെട്ടിയിട്ടില്ല എന്നതാണ് വേറൊരു കാര്യം. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ നിയമ തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അവിടുത്തെ വീഡിയോ കാണാം. ആ ബസ് സ്റ്റോപ്പ് കൂട്ടുപാതകളിൽ ബസ് സ്റ്റോപ്പിൽ വീഡിയോ ബസ് കയറാൻ വരുന്നവരുടെയും ബസ് കയറുന്നവരുടെയും വീഡിയോ കാണാം ആദ്യം. കണ്ടില്ലേ അവിടുത്തെ അവസ്ഥ? ഇതാണ് അവിടുത്തെ അവസ്ഥ. വെയിൽ വന്നാലോ മഴ വന്നാലോ കയറി നിൽക്കാൻ പറ്റില്ല. നേരത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പൊളിച്ച് നിൽക്കുകയുണ്ടായി. ഈ റോഡ് പണി കാരണം പൊളിച്ച് നിൽക്കുകയുണ്ടായത്. പക്ഷേ ഞാൻ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോട് ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബസ് സ്റ്റോപ്പ് പണികളുടെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്യും, അതെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ബസ് സ്റ്റോപ്പ് പണിയും എന്നാണ് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു. അവിടുത്തെ പ്രാദേശിക ഭരണകക്ഷിപ്പെട്ട പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി സാങ്കേതിക പ്രശ്നങ്ങളോ അത് നിയമ പ്രശ്നങ്ങളോ വേറെ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടോ എന്നറിയില്ല.
എന്തായാലും എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് പണിതാൽ അവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ കാത്തു നിൽക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. എല്ലാവർക്കും ഉപകാരമായിരിക്കും. ചെറുപ്പശ്ശേരി പാലക്കാട് നിന്ന് വരുന്ന ബസ്സിൽ കയറാൻ നിൽക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും. ഒരു വെയിൽ വന്നാലോ ഒരു മഴ വന്നാലോ കയറി നിൽക്കാൻ ഒരു ഇടം ഉണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി എത്രയും പെട്ടെന്ന് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് പണിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് പണിതാൽ അവിടുത്തെ ബസ് കയറാൻ നിൽക്കുന്നവർക്ക്, ബസ് യാത്രക്കാർക്ക് വളരെ ഉപകാരമായിരിക്കും. എത്രയും പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് പണിയുമെന്ന് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പ്രതീക്ഷ.